മോഡേൺ ഇന്ത്യയുടെ ഈ വീഡിയോയിൽ നമ്മൾ 1857 റിവോൾട്ട് കഴിഞ്ഞു. 1857 ശേഷമുള്ള ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ വർഷം 1869 ആണ്. 1869 ഗാന്ധിജി ജനിക്കുന്നത്. ആ വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഗാന്ധിജീനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ 1869 ഗാന്ധിജി ജനിച്ചു. അതുപോലെ ഇനി അടുത്ത വർഷം 1875 ആണ്. 1875 തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി അത് പഠിച്ചു വെക്കണം. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ന്യൂയോർക്കിൽ ഹെലീന പെട്രോവ ബ്ലവെറ്റ്സ്കിയും കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്, ബ്ലവെറ്റ്സ്കി ആൻഡ് ഓൾക്കോട്ട്, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് പേരാണ് ന്യൂയോർക്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. അത് വർഷം 1875 ആണ്. ഈ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. അമേരിക്കയിലാണ് ഫോം ചെയ്തത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ 1879 ഓൾക്കോട്ടും ബ്ലവെറ്റ്സ്കിയും ഇന്ത്യയിലേക്ക് വന്നു 1879. എന്നിട്ട് അതിൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിൽ അടയാറിൽ സ്ഥാപിച്ചു. തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്തത് അമേരിക്കയിലാണെങ്കിലും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അടയാറിൽ സ്ഥാപിച്ചു. ഇവർ രണ്ടുപേരും ഇന്ത്യയിലേക്കും വന്നു. പിന്നെ അതേപോലെ ഓൾക്കോട്ടായിരുന്നു ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു മെയിൻ വർക്കറായിരുന്നു ആനി ബെസൻറ്റ്. ഒക്കെ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വരും. ആനി ബെസൻറ്റ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിൽ വന്നിട്ട് സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്തു. അത് ലോവർ കാസ്റ്റും അൺടച്ചബിൾസും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1857 റിവോൾട്ടിന് ശേഷം പഠിച്ചു വെക്കേണ്ട വർഷം 1869 ഗാന്ധിജി ജനിച്ചു. 1869 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 71 കഴിഞ്ഞ് 75 എത്തുമ്പോഴാണ് 75 തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ന്യൂയോർക്കിലാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ 1879 എന്ത് ചെയ്യുന്നു, അത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് രണ്ടുപേരും ബ്ലവെറ്റ്സ്കിയും ഓൾക്കോട്ടും ഇന്ത്യയിലേക്ക് വരുന്നു. അതേപോലെ അവരുടെ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിൽ സെറ്റപ്പ് ചെയ്യുകയാണ്. ആനി ബെസൻറ്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു. അപ്പോൾ 1869, 1875 കഴിഞ്ഞ് ഇനി 1878 ആംസ് ആക്ട് പാസ്സാക്കുന്നത്. ആംസ് ആക്ട് പാസ്സാക്കുന്നു. അതിൽ ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആംസ് എന്ന് പറഞ്ഞ ആയുധങ്ങൾ. ഇറ്റ് മെയ്ഡ് എ ക്രിമിനൽ ഒഫൻസ് ഫോർ ഇന്ത്യൻസ് ടു ക്യാരി ആംസ് വിത്തൗട്ട് ലൈസൻസ് ഇല്ലാണ്ട് ആംസ് ക്യാരി ചെയ്ത് നടക്കുന്നത് ഒരു ഒഫൻസാക്കി മാറ്റി. പക്ഷേ ഈ ആക്ട് ബ്രിട്ടീഷുകാർക്ക് അപ്ലിക്കബിൾ അല്ലായിരുന്നു. അപ്പോൾ 1878 ആംസ് ആക്ട് പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ അതേ വർഷം തന്നെ 1878 തന്നെയാണ് വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കുന്നത്. വെർണാക്കുലാർ പ്രസ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഭാഷയാണ്. അപ്പോൾ അതായത് പ്രാദേശിക ഭാഷാ ന്യൂസ് പേപ്പറുകളിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും എഴുതാൻ പാടില്ല. അതാണ് വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വർഷങ്ങൾ ഓർത്ത് വെക്കണം. 1869 ഗാന്ധിജി ജനിച്ചു. 1875 തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്ത കാര്യങ്ങളല്ല. 1875 പിന്നെ 78 ആംസ് ആക്ട് പാസ്സാക്കുന്നുണ്ട്. 1878 ആംസ് ആക്ട്. അതേപോലെ വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കുന്നു. 1878 കഴിഞ്ഞ് 1883 ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ട്രൈ ടു ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബില്ല് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇൽബർട്ട് ബിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ ട്രയൽ ഓഫ് ബ്രിട്ടീഷ് ഓർ യൂറോപ്യൻ പേഴ്സൺസ് ബൈ ഇന്ത്യൻസ്. അതായത് ബ്രിട്ടീഷുകാരെയും എന്ത് ചെയ്യാം, വിചാരണ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ജഡ്ജസിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ പേഴ്സൺസിനെ എന്ത് ചെയ്യാം, വിചാരണ ചെയ്യാം. അപ്പോൾ അത് പ്രകാരം എന്താണ്, അത് ഒരു ഇക്വാലിറ്റി ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ജഡ്ജസ്, അതൊരു ഇക്വാലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇക്വാലിറ്റിയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് അവസാനം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇവിടുന്ന് പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇക്വാലിറ്റി അവർ താല്പര്യപ്പെട്ട് കാണില്ല. അതെന്ത് ചെയ്തു, വിഡ്രോൺ ചെയ്തു ഇൽബർട്ട് ബില്ല്. അപ്പോൾ 1883 ഗവൺമെൻറ് ഇൽബർട്ട് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ 1883 അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി കൺവീൻഡ് ദ ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റ് കൊൽക്കത്തയിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ഫോം ചെയ്തു.
ഒരു പ്രൊവിൻഷ്യൽ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ഇനി അടുത്ത വർഷം 1884 ആണ്. 1884 അലൻ ഒക്ടേവിയൻ ഹ്യൂം, എയോ ഹ്യൂം, ഇന്ത്യൻ ലീഡേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യും. എയോ ഹ്യൂം എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് മെമ്പർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്. അത് ഇപ്പോഴത്തെ നമ്മുടെ IAS IPS ആ സിവിൽ സർവീസ് എക്സാം. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ആയ ഒരു ബ്രിട്ടീഷ് മെമ്പറാണ് ഈ എയോ ഹ്യൂം. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അതിന് മുമ്പ് 1883, നോട്ട് ചെയ്ത് വെക്കണം, 1883 സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. ഇനി അതിന് ശേഷം 1885 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് വർഷമാണ്. 1885 അതായത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ല 1884 എയോ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ കുറേ പല റെപ്രസെൻറ്റേറ്റീവ്സിലും 25 ഡിസംബർ 1885 പൂനെയിൽ ഒത്തുചേരാൻ തീരുമാനിക്കും. 25 ഡിസംബർ 1885. പക്ഷെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ആ ടൈമിൽ പൂനെയിൽ പ്ലേഗ് പരക്കും. പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം പരക്കുമ്പോൾ ആ മീറ്റിംഗ് എവിടേക്ക് മാറ്റും? 28 ഡിസംബറിൽ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, മുംബൈ, അവിടെയാണ് നടക്കുക. 28 തൊട്ടിട്ട് 31 വരെ ഉണ്ടാവും. അപ്പോൾ ഡിസംബർ 28 മുംബൈയിൽ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് 1885 ഇതിൻ്റെ മീറ്റിംഗ് നടക്കും. അതിൻ്റെ മീറ്റിങ്ങിൽ ഇത് നടക്കുന്നത് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൻ്റെ മീറ്റിംഗാണ് നടക്കുന്നത്. നടത്താൻ തീരുമാനിച്ചത് 1885 ഡിസംബർ 25 പൂനെയിലാണ്. അവിടെ പ്ലേഗ് വരുമ്പോഴാണ് എന്നത്തേക്ക് മാറ്റുന്നത്, 28 മാറ്റി മുംബൈയിൽ നടക്കുന്നത്. മുംബൈയിൽ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ. അവിടെ ദാദാഭായ് നവറോജി പറയും, നമ്മുടെ ഇപ്പം പേരെങ്ങനെയാണ്, ഇന്റർനാഷണൽ യൂണിയൻ അല്ലേ, ആ യൂണിയൻ മാറ്റിയിട്ട് എന്താക്കി പേര് മാറ്റും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെയാണ് നമ്മുടെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 28 ഡിസംബർ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ബോംബെയിൽ അവിടെയാണ് ഫോം ചെയ്യുന്നത്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് എയോ ഹ്യൂമാണ്. കാരണം എയോ ഹ്യൂമാണ് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആക്കുകയാണ്. അപ്പോൾ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് എയോ ഹ്യൂമാണ്. പക്ഷേ ഈ എയോ ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ. കാരണം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തൊരു തിയറി ഉണ്ട്. അവർ ഫോം ചെയ്തത് എന്തിനാണെന്ന് റിലേറ്റ് ചെയ്തൊരു തിയറി ഉണ്ട്. അത് സേഫ്റ്റി വാൾ തിയറി എന്നാണ് പറയുന്നത്. സേഫ്റ്റി വാൾ തിയറി അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇപ്പോൾ 1857 റിവോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കുറേ സ്വരങ്ങളും കാര്യങ്ങളും വന്നു. അവർ ആയുധം എടുത്ത് പോരാടി. ഇനി അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാണ്ടിരിക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് ഈ തിയറി പറയുന്നത്. അങ്ങനെയാണ് ആ തിയറി പറയുന്നതെന്നുള്ളൂ. അങ്ങനെ ആവണമെന്നില്ല. ആ തിയറി എങ്ങനെയാണ് പറയുന്നത്, സേഫ്റ്റി വാൾ തിയറി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ കോൺഗ്രസ്സിൽ, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇരുന്ന് സംസാരിച്ച് അതങ്ങനെ ആ ഒരു അക്രമ സ്വഭാവം പോയി അതൊന്ന് തണുപ്പിക്കുക. സേഫ്റ്റി വാൾവായിട്ട് കണക്കാക്കുക എന്നുള്ള രീതിയിൽ ഫോം ചെയ്തു എന്നാണ് ഈ തിയറി പറയുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ആ തിയറി എങ്ങനെ പറഞ്ഞാലും പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്ത് ബ്രിട്ടീഷുകാരെ പുറത്താക്കാണ് ഉണ്ടായത്. ആ തിയറി എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു 1885 ഡിസംബർ 28, 1885 ഡിസംബർ 28 അത് പഠിച്ചു വെക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. ബോംബെയിലാണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ബോംബെയിലാണ് ഫോം ചെയ്യുന്നത്. അവിടെ 72 ഡെലിഗേറ്റ്സ്, 72 പേരായിരുന്നു ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അത് നോട്ട് ചെയ്ത് വെക്കണം, 72 പേര്. അവിടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ഉമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജീനെ എലക്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. എയോ ഹ്യൂം ആയിരുന്നു ഫസ്റ്റ് സെക്രട്ടറി. പിന്നെ അതിൽ GP പിള്ളയാണ് ഒരു മലയാളി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഫസ്റ്റ് സെഷനിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്ത മലയാളിയാണ് GP പിള്ള.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം, ജി സുബ്രഹ്മണ്യ അയ്യർ മൂവ് ദ ഫസ്റ്റ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത്. അത് 2 വർഷം മുമ്പ് 1883 നോട്ട് ചെയ്ത് വെക്കുക. 1883 ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതാരാ ഫോം ചെയ്യുന്നത്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൻ്റെ ഫൗണ്ടർ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. പിന്നെ അതിന് ശേഷം 1884 അലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇന്ത്യൻ ലീഡേഴ്സൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഫോം ചെയ്യുന്നു. AO ഹ്യൂം എന്ന് പറയുന്നത് റിട്ടയേർഡ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് ആര് ഫോം ചെയ്യുന്നത്? AO ഹ്യൂം ഫോം ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കോൺഫറൻസ്, അതായത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ ഒരു കോൺഫറൻസ്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ലീഡേഴ്സിനൊക്കെ ഒന്നിപ്പിച്ചിട്ട് ഒരു കോൺഫറൻസ് എവിടെ കൂടാൻ തീരുമാനിക്കുകയാണ്? പൂനെയിൽ. 25 ഡിസംബറിലാണ് കൂടാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ പ്ലേഗ് വരുമ്പം എന്ത് ചെയ്യുന്നു? മീറ്റിംഗ് 28ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടെയാണ് എന്നിട്ട് നടക്കുന്നത്? ഡിസംബർ 28, 1885 ഗോകുൽദാസ്, അതും പഠിച്ചു വെക്കണം, ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് നടക്കുന്നത്, ബോംബെയിൽ. അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ മീറ്റിങ്ങിൽ നമ്മുടെ ദാദാഭായ് നവറോജി എന്ത് പറയാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേര് മാറ്റിയിട്ട് അതിനെന്ത് പേരിടണം? യൂണിയൻ മാറ്റിയിട്ട് കോൺഗ്രസ് ആക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് AO ഹ്യൂമാണ്. ഈ സേഫ്റ്റി വാൾ തിയറി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഫോർമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ്. ഒരു സേഫ്റ്റി വാൾവായിട്ട് കണ്ടു എന്നുള്ളൊരു തിയറിയാണ് അത് പറയുന്നത്. പക്ഷേ സംഭവിച്ചത് നമ്മൾ അതിലെല്ലാവരും ജോയിൻ ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടമാണ് ഉണ്ടായത്. അപ്പോൾ അതേപോലെ അതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ 72 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ ഫസ്റ്റ് 72 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുത്തത്. അതിൽ WC ബാനർജി ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ WC ബാനർജി. ഫസ്റ്റ് സെക്രട്ടറിയും ചോദിച്ചു കഴിഞ്ഞാൽ AO ഹ്യൂം. അതിൽ പങ്കെടുത്ത മലയാളി ആരാണ്? GP പിള്ളയാണ് അതിൽ പങ്കെടുത്ത മലയാളി. അതേപോലെ ജി സുബ്രഹ്മണ്യ അയ്യർ ഫസ്റ്റ് റെസൊല്യൂഷൻ മൂവ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ആദ്യത്തെ വർഷം ഏതാണ്? 1869. വർഷങ്ങൾ ഈ ക്ലാസ് കണ്ടുപോകുന്നതോടുകൂടി നോട്ട് എഴുതി പഠിക്കുക. എൻ്റെ ഗൈഡുള്ള സ്റ്റുഡൻസ്, ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസ് ഗൈഡ് വെച്ച് പഠിക്കുക. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് ഗൈഡ് വാങ്ങുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. 1869 ഗാന്ധിജി ജനിക്കുന്നത്. 1869 വർഷം. 1875 തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി എവിടെയാണ് ഫോം ചെയ്തത്? ന്യൂയോർക്കിലാണ് ഫോം ചെയ്തത്. ന്യൂയോർക്കിൽ. ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ഹെലേന പെട്രോവ ബ്ലവറ്റ്സ്കി ആൻഡ് കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്. ബ്ലവറ്റ്സ്കിയും ഓൾക്കോട്ടും. അതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ഓൾക്കോട്ടായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്. 1875 ഫോം ചെയ്തത്. പക്ഷേ അത് 1879 എന്ത് ചെയ്തു? ബ്ലവറ്റ്സ്കിയും ഓൾക്കോട്ട് എവിടേക്ക് ചെയ്തു? ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിൽ, അടയാറിൽ അവർ സെറ്റ് ചെയ്തു. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ തിയോസഫിക്കൽ സൊസൈറ്റിയിലാണ് ആനി ബെസൻ്റ് അതിലൊരു വർക്കറായിരുന്നു. പിന്നെ ഇവർ കുറേ സ്കൂൾസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോവർ കാസ്റ്റിനും അതേപോലെ അൺടച്ചബിൾസിനൊക്കെ കുറേ സ്കൂളുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 1869 ഗാന്ധിജി, 1875 തിയോസഫിക്കൽ സൊസൈറ്റി, 75 കഴിഞ്ഞിട്ട് 78 ആംസ് ആക്ട് പാസ്സാക്കുന്നത്. ലൈസൻസ് കൂടാതെ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആംസ് കയ്യിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് വെക്കാം. 1878 തന്നെയാണ് വർഷം പഠിച്ചു വെക്കുക, വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയത് 1878. വെർണാക്കുലാർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഭാഷ. പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ദേഷ്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മെറ്റീരിയലും അതിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതാണ് വെർണാക്കുലാർ പ്രസ് ആക്ട്. അപ്പോൾ അത് വർഷം ഏതാണ്? 1878 ആംസ് ആക്റ്റും അതേപോലെ വെർണാക്കുലാർ പ്രസ് ആക്റ്റും. ഇനി അടുത്ത വർഷം 1883. അത് പഠിച്ചു വെക്കണം. 1883, 84, 85. 85 INC ഫോം ചെയ്യുന്നത്. അപ്പോൾ 83, 84, 85. 83 ഇൽബർട്ട് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജഡ്ജസിന് ബ്രിട്ടീഷുകാരെയും എന്ത് ചെയ്യാം? വിചാരണ ചെയ്യാന്നുള്ള സംഭവം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇക്വാലിറ്റി, ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരുടെ ഇക്വാലിറ്റി വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നതെങ്കിലും അത് പിന്നീട് പിൻവലിച്ചു. പിന്നെ അതാണ് ഈ 1883 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് ഫോം ചെയ്തത് ഏത് വർഷമാണ്? 1883. അതാരാണ് ഫോം ചെയ്തത്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. കോൺഫറൻസ്
ഇനി അടുത്തത് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അപ്പോൾ 3 കാര്യമുണ്ട്: ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സുരേന്ദ്രനാഥ് ബാനർജി. പിന്നെ 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. AO ഹ്യൂമാണ് ഫോം ചെയ്യുന്നത്. ആളൊരു ബ്രിട്ടീഷ് റിട്ടയർഡ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറായിരുന്നു. പിന്നെ 84 കഴിഞ്ഞ് 85 എന്ത് ചെയ്യാണ്? ഈ ഒരു കോൺഫറൻസിൻ്റെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ ഒരു കോൺഫറൻസ് കൂടാൻ തീരുമാനിക്കുകയാണ്. എവിടെ? ഇന്ത്യയിൽ നിന്നുള്ള പല നേതാക്കൾ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നേതാക്കളൊക്കെ ഒന്നിപ്പിച്ചിട്ട് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എവിടെ? പൂനെയിലാണ് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് 25 ഡിസംബർ 1885. പക്ഷെ അവിടെ പ്ലേഗ് വരുമ്പം അത് ഷിഫ്റ്റ് ചെയ്യും. ഡിസംബർ 28 എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെ മീറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്? ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ബോംബെ. അത് പഠിച്ചു വെക്കണം. അവിടെയാണ് നമ്മുടെ ദാദാഭായ് നവറോജി സജസ്റ്റ് ചെയ്യാണ് ഈ ഒരു പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേര് യൂണിയൻ മാറ്റിയിട്ട് എന്താക്കണം? കോൺഗ്രസ് ആക്കണം. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുകയാണ്. ആ ഫോം ചെയ്ത ഡേറ്റ് ഓർത്ത് വെക്കണം, അതൊക്കെ ചോദിക്കാം. 28 ഡിസംബർ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. AO ഹ്യൂമിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് സേഫ്റ്റി വാൾ തിയറി. അതെന്താണെന്ന് നോക്കുക. പിന്നെ അതിന് ശേഷം പഠിക്കേണ്ട കാര്യങ്ങൾ: എത്ര പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്? എത്ര പേരാണ് എന്ന് ചോദിക്കാം. 72 ഡെലിഗേറ്റ്സ്, 72 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുത്തത്. WC ബാനർജി, അത് ഫസ്റ്റ് പഠിച്ചു നോക്കണം. WC ബാനർജീനെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. WC ബാനർജി. AO ഹ്യൂം ആയിരുന്നു ഫസ്റ്റ് സെക്രട്ടറി AO ഹ്യൂം. പങ്കെടുത്ത മലയാളി GP പിള്ള. അതേപോലെ ഫസ്റ്റ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത് G സുബ്രഹ്മണ്യ അയ്യർ. ഈ ഒരു കാര്യം കാണാപ്പാടായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ 1885 തൊട്ടിട്ട് 1905 വരെ സംഭവിച്ച കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ശരിക്കിരുന്ന് പഠിക്കുക. എല്ലാ സ്റ്റുഡൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓർഡറിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കി ഓർഡറിൽ തന്നെ വീഡിയോസ് കാണുക.